തുടരെയുള്ള ഷൂട്ട് കാരണം നടി കീർത്തി സുരേഷിന് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന വേദനയെക്കുറിച്ച് നടി വെളിപ്പെടുത്തുന്ന ഒരു ഫോട്ടോ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയും നേരമായി ഞാനൊന്ന് ശരിക്കും ഉറങ്ങിയിട്ട് പോലുമില്ല. എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയെന്ന് അറിയുന്നു പോലുമില്ല. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഇതായിരുന്നു കീർത്തി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. 20 മണിക്കൂറൊക്കെയാണ് ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. 41 മണിക്കൂറായി ഞാൻ ശരിക്കും ഇപ്പോൾ ഷൂട്ടിങ്ങിലാണ്. തുടർച്ചയായുള്ള 41 മണിക്കൂർ എന്ന് പറയണം. 41 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പങ്കുവച്ചൊരു വീഡിയോ ആണെന്ന് നടി ഇൻസ്റ്റഗ്രാമിൽ പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ 24 മണിക്കൂർ നേരം വർക്ക് ചെയ്തതിന് ശേഷം ഉറങ്ങാതെ അടുത്ത വർക്കിന് പോകുന്നതിന് മുൻപാണ് പ്രസ്തുത വീഡിയോ എടുത്തിരിക്കുന്നത്. എന്നാൽ ആ വീഡിയോ ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള ഊർജ്ജം കീർത്തിക്കുണ്ടായിരുന്നില്ല. 41 മണിക്കൂർ നേരത്തെ ഷൂട്ട് കഴിഞ്ഞ് അവസാനം ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി വീഡിയോ പങ്കുവച്ചത്. അക്ഷരാർത്ഥത്തിൽ 24 മണിക്കൂർ നേരത്തെ വർക്കിന് ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി തിരിച്ചു വരുന്നു. ഇന്നലെ രാവിലെ 6 മണിക്ക് വർക്കിന് പോയതാണ്. ഇപ്പോൾ സമയം അടുത്ത രാവിലെ 6 മണിയായി. എന്നാൽ അതിലെ മറ്റൊരു കാര്യമെന്നാൽ ഞാനിപ്പോൾ എൻ്റെ അടുത്ത വർക്കിന് വേണ്ടി പോവുകയാണ്. പരാതിപ്പെടാൻ പറ്റിയ നല്ല പ്രശ്നമാണ്, പക്ഷെ ഞാൻ അതിനൊരു അനുഗ്രഹമായിട്ട് കാണുന്നു എന്നാണ് കീർത്തി പറയുന്നത്. പലർക്കും ഇതൊരു തിരക്കല്ല, പലർക്കും ഇതൊരു ആവശ്യമാണ്. എന്നാൽ ഇതെനിക്ക് ഒരു തിരക്കായി തന്നെ തോന്നുന്നുമില്ല. എനിക്കതൊരു അനുഗ്രഹമായി തന്നെയാണ് തോന്നുന്നത്. എനിക്കൊരു ശല്യമല്ല. എനിക്കിതിനെക്കുറിച്ചൊരു കുറ്റവും പറയാനുമില്ല. കൃത്യമായ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്താനുമുണ്ട്. ഓരോ കാര്യങ്ങളും വളരെയധികം നന്നായി സംസാരിക്കാനും പറ്റുന്നുണ്ട്. കീർത്തി സുരേഷ് പറയുന്ന ഒരു കാര്യമാണിത്. ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായതിനു ശേഷം എടുത്ത ഒരു മിറർ സെൽഫിയും ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. ഐ വിൽ സർവൈവ് എന്നാണ് ടീഷർട്ടിൽ എഴുതിയിരിക്കുന്നത്. അത് ശരിക്കും അർത്ഥവത്തായി എന്നാണ് കീർത്തി സുരേഷ് പറഞ്ഞത്. ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയപ്പോൾ ഡോറിന്റെ കീ കാർഡ് വർക്ക് ചെയ്യാത്തതിനാൽ അതിനടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും കീർത്തി സുരേഷ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. റിവോൾവർ റീത്ത എന്ന ചിത്രമാണ് കീർത്തി സുരേഷിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത്. അതേസമയം മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെയായി കൈനിറിയ ചിത്രങ്ങൾ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സത്യവാൻ സാവിത്രി എന്ന തമിഴ് ചിത്രത്തിൻ്റെയും റഫ്താർ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെയും ഷൂട്ടിംഗ് തിരക്കിലാണ് കീർത്തി. ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. കഞ്ഞവടി എന്ന തമിഴ് ചിത്രത്തിൻ്റെയും തോട്ടം എന്ന മലയാള സിനിമയുടെയും റൗഡി ജനാർദ്ദന എന്ന തെലുങ്ക് ചിത്രത്തിൻ്റെയും ഷൂട്ടിംഗ് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനിൽ രവിപുരിയുടെ ഇനിയും പേരിടാത്ത തെലുങ്ക് സിനിമയും കീർത്തി സുരേഷ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് കീർത്തി. അതിന് തെളിവാണ് മഹാനടി എന്ന സിനിമ പോലും. അതിന് കിട്ടിയ ദേശീയ പുരസ്കാരവും നമുക്ക് മനസ്സിലാക്കി തരുന്ന അതാണ്. മലയാള സിനിമയിൽ തുടങ്ങി തമിഴിൽ സജീവമായി തെലുങ്കും താണ്ടി ഇപ്പോൾ ഹിന്ദിയിലും ബോളിവുഡിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമായി തന്നെ കീർത്തി സുരേഷ് വേഗം മാറി എന്നതുകൂടി നമ്മൾ പറയേണ്ടതാണ്. ഇപ്പോൾ ബോളിവുഡ് സിനിമാ ലോകത്ത് എത്തുന്നത് വരെ കീർത്തി സുരേഷിൻ്റെ കീർത്തി വളർന്നു കഴിഞ്ഞു. അതിൻ്റെ അഭിമാനത്തിൽ മലയാളികൾക്ക് തന്നെ പറയാം ഇതൊരു മലയാളി കുട്ടിയാണ് എന്നത്. മലയാളത്തിൽ കൃത്യമായി സംസാരിക്കുകയും അതുപോലെ മലയാളികളോട് വളരെ നന്നായി ഇടപെടുകയും ചെയ്യുന്നൊരു കുട്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കീർത്തി സുരേഷ്. അതും മലയാളികൾക്കൊരു അഭിമാനമാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.